ഹായ് ഫ്രണ്ട്സ്, ഫിറ്റർ ടെക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ഹാമേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹാമർ എന്ന സ്ട്രൈക്കിംഗ് ടൂളുകളെക്കുറിച്ച് നാം മുൻപ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഹാമറുകൾ, അതിൻ്റെ മെറ്റീരിയൽ, പാർട്ടുകൾ, സ്പെസിഫിക്കേഷൻസ്, ടൈപ്പുകൾ, ഓരോ ടൈപ്പിൻ്റെയും പ്രത്യേകതകൾ, ഓരോന്നും ഉപയോഗിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ എന്നിവ ഈ സെമസ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ബോൾ പീൻ ഹാമർ, ക്രോസ് പീൻ ഹാമർ, സ്ട്രേറ്റ് പീൻ ഹാമർ, സ്ലെഡ്ജ് ഹാമർ എന്നിവ അവയിൽ ചിലതാണ്. എന്നാൽ ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് മാത്രമായി ചില പ്രത്യേക ഹാമറുകൾ ഉപയോഗിക്കുന്നു. അവയെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ്. ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് മറ്റുള്ള എഞ്ചിനീയറിംഗ് വർക്കുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രത്യേക പേരുകളിൽ അറിയപ്പെടുന്ന ഹാമറുകൾ ഉപയോഗിക്കുന്നു. ബെൻഡിങ്, ഫോൾഡിങ്, ജോയിനിങ്, ഷീറ്റ് ഡ്രില്ലിംഗ്, ഡെക്കറേറ്റിംഗ്, പോളിഷിംഗ് വർക്കുകൾക്കായി താഴെ പറയുന്ന ഹാമറുകൾ ഉപയോഗിക്കുന്നു. Special hammers are used for sheet metal works. First one, mallets. അതൊരു പ്രത്യേക കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഹാമറുകളാണ്. സോഫ്റ്റ് മെറ്റീരിയലുകൾ കൊണ്ടുള്ള ഹാമറുകളാണ് മാലറ്റുകൾ എന്ന് പറയുന്നത്. അവ ഷീറ്റ് മെറ്റൽ വർക്കുകൾക്കല്ലാതെ മറ്റു ചില വർക്കുകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. അതേപ്പറ്റി ഡീറ്റെയിലായി അടുത്ത സെഷനിൽ പറയാം. സെറ്റിംഗ് ഹാമർ, റിവെറ്റിംഗ് ഹാമർ, ക്രീസിംഗ് ഹാമർ, സ്ട്രെച്ചിങ് ഹാമർ, ഹോളോയിങ് ഹാമർ, ബുള്ളറ്റ് ഹാമർ, പ്ലാനിഷിംഗ് ഹാമർ, പീനിങ് ഹാമർ എന്നിവ ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് മാത്രമായി ഉപയോഗിക്കുന്ന ഹാമേഴ്സാണ്. ഇനി ഓരോ ഹാമറിൻ്റെയും പ്രത്യേക സവിശേഷതകളും ഇതിൻ്റെ യൂസസും മനസ്സിലാക്കാം. Mallets. Mallets are soft hammers made from wood, plastic, rubber, etc. used for shaping sheet metal work and other soft strikes. Ordinary mallets are made from wood. The strikes of mallet do not damage the work surface. ഷീറ്റ് മെറ്റൽ ജോബുകൾ രൂപപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ് മെറ്റീരിയലുകൾ, അതായത് വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ, ലെതർ എന്നീ മെറ്റീരിയലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഹാമേഴ്സാണ് മാലറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ മാലറ്റ്സ് വുഡ് കൊണ്ട് നിർമ്മിച്ചവയാണ്. ദ സ്ട്രൈക്സ് ഓഫ് മാലറ്റ് ഡു നോട്ട് ഡാമേജ് ദ വർക്ക് സർഫേസ്. മാലറ്റ് കൊണ്ടുള്ള സ്ട്രൈക്സ് ഒരിക്കലും വർക്ക് സർഫേസിനെ ഡാമേജ് ആക്കുന്നില്ല. വർക്ക് സർഫേസ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് മാലറ്റ്സ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഹാമറുകൾ ഷീറ്റ് മെറ്റലുകളിൽ നേരിട്ട് സ്ട്രൈക്ക് ചെയ്താൽ സർഫേസ് ഡാമേജ് ആവാനുള്ള ചാൻസും സ്ട്രൈക്കിൻ്റെ ഇംപ്രഷൻസ് വർക്ക് സർഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസുമുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മാലറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇനി മാലറ്റ്സിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് മാലറ്റ്സ്. ഓർഡിനറി മാലറ്റ്. ചിത്രത്തിൽ ഒരു പെയർ വുഡൻ മാലറ്റ്സ് കാണിച്ചിരിക്കുന്നു. അവയുടെ പ്രത്യേകത ശ്രദ്ധിക്കാം.
ഒന്നുകിൽ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ ബാരൽ ഷേപ്പിലുള്ളതോ ആണ്. അതേപോലെ അതിന് സ്ട്രെങ്ത് കിട്ടാനായി അതിൽ മെറ്റാലിക് റിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ആണ് മെറ്റാലിക് റിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദ ഫിഗർ ഷോ ഓർഡിനറി വുഡൻ മാലറ്റ്. ദീസ് മാലറ്റ് ഷേപ്സ് ലൈക്ക് എ ബാരൽ ഓർ സിലിണ്ടർ. 2 faces are flat and provide metal strips to strengthen the tool. Used for general purpose. ജനറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നവയാണ് വുഡൻ മാലറ്റ്സ്. ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന കാർപ്പൻറ്റേഴ്സും അതേപോലെ യൂസ് ചെയ്യുന്നുണ്ട് ഈ മാലറ്റ്സ്. ഷീറ്റ് മെറ്റൽ വർക്കുകൾക്കും മറ്റ് ചില വർക്കുകൾക്കും ഉപയോഗിക്കുന്ന മാലറ്റ്സ് ആണ് വുഡൻ മാലറ്റ്സ്. ടൈപ്സ് ഓഫ് മാലറ്റ്. സെക്കൻഡ് ആയിട്ട് വരുന്ന മാലറ്റാണ് ബോസിംഗ് മാലറ്റ്. അവയുടെ ചിത്രം കൊടുത്തിരിക്കുന്നു. അവയുടെ ഷേപ്പിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ടാപ്പേഡ് ആയിട്ടുള്ള രണ്ട് ഭാഗവും കർവ് അഥവാ ടിപ്പുകൾ കർവ് രൂപത്തിലുള്ള മാലറ്റ്സ് ആണ് ബോസിംഗ് മാലറ്റ്. രണ്ട് ഭാഗത്ത് രണ്ട് വ്യത്യസ്ത കർവുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വലിയ കർവുകളിലും സ്ട്രൈക്ക് ചെയ്യാനാവും, ചെറിയ കർവുകളിലും സ്ട്രൈക്ക് ചെയ്യാനാവും. ഫിഗർ ഷോ എ ബോസിംഗ് മാലറ്റ്. ദ ഷേപ്പ് ഓഫ് ദ ബോഡി ഈസ് ടാപ്പേഡ് ആൻഡ് ടിപ്സ് പ്രൊവൈഡഡ് വിത്ത് സ്ലൈറ്റ് കോൺവെക്സ് ഷേപ്പ്. ടിപ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഫേസിൻ്റെ അഗ്രഭാഗത്തിനെയാണ്. അത് കോൺവെക്സ് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത റേഡിയസ് ഉള്ള കോൺവെക്സ് ഷേപ്പാണെന്ന് മാത്രം. These are made from wood and plastic and used for produce curves, dents on metal surface. മെറ്റൽ സർഫസുകളിൽ കർവുകളും അതുപോലെ ഡെൻസ് കുഴികൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാലറ്റ്സ് ആണ് ബോസിംഗ് മാലറ്റ്സ്. ഇവിടെ ഷേപ്പുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പേരും പ്രത്യേകം ഓർമ്മ വയ്ക്കുക. ഓക്കെ. ടൈപ്സ് ഓഫ് മാലറ്റ്സിൽ അടുത്തതായി വരുന്ന മാലറ്റാണ് എൻഡ് ഫേക്ക്ഡ് മാലറ്റ്. ഫിഗർ ഷോ എൻഡ് ഫേക്ക്ഡ് മാലറ്റ്. ഒരു എൻഡ് ഫേക്ക്ഡ് മാലറ്റിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം അഥവാ ഫേസ് റൗണ്ട് ഷേപ്പിലുള്ളതും സ്ലൈറ്റായിട്ട് കോൺവെക്സ് ഷേപ്പ് കൊടുത്തിരിക്കുന്നതുമാണ്. അതർ എൻഡ് അഥവാ പീൻ സൈഡ് ടേപ്പറായി ഷാർപ്പായിട്ട് ഉള്ള ഒരു ടിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവയിൽ നിർമ്മിക്കുന്ന എൻഡ് ഫേക്ക്ഡ് മാലറ്റ്സ് അവൈലബിൾ ആണ്. ഷീറ്റ് മെറ്റൽ ജോബുകളിൽ വലിയ കർവുകൾ ചെയ്യാനും ഷാർപ്പ് കോർണേഴ്സ് സ്ട്രൈക്ക് ചെയ്യാനും വേണ്ടിയാണ് എൻഡ് ഫേക്ക്ഡ് മാലറ്റ് യൂസ് ചെയ്യുന്നത്. ഫിഗർ ഷോ എൻഡ് ഫേക്ക്ഡ് മാലറ്റ്. ദ ഷേപ്പ് ഓഫ് വൺ എൻഡ് ഈസ് ബിവൽഡ് ആൻഡ് ടിപ്പ് ഹാവ് സ്ലൈറ്റ് കർവ്. ടിപ്പിൻ്റെ ഭാഗം മാത്രം സ്ലൈറ്റായിട്ടുള്ളൊരു ചെറിയ കർവ് കൊടുത്തിരിക്കും. അത് ആ ഷാർപ്നെസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഷാർപ്നെസ് ഉണ്ടെങ്കിൽ ആ ടിപ്പ് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതർ ഫേസ് ഈസ് റൗണ്ട് ആൻഡ് കോൺവെക്സ് ഷേപ്പ്. ഫേസ് ഭാഗം റൗണ്ടും അതേപോലെ കോൺവെക്സ് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന റേഡിയസ് രൂപത്തിലുള്ളതുമാണ്. ദീസ് ആർ മെയ്ഡ് ഫ്രം വുഡ്, പ്ലാസ്റ്റിക്, റബ്ബർ എക്സ്ട്രാ ആൻഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബിഗ് കർവേച്ചർ ആൻഡ് കോർണേഴ്സ്. കോൺവെക്സ് ഷേപ്പുള്ള ഫേസ് ഭാഗം കർവേച്ചറുകൾ രൂപപ്പെടുത്താനും അതുപോലെ എൻഡ് ഫേക്കായിട്ടുള്ള ടിപ്പ് ടാപ്പറായിട്ടുള്ള ഭാഗം കോർണേഴ്സിൽ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇനി അടുത്തതായി വരുന്ന മാലറ്റാണ് റോ ഹൈഡ് മാലറ്റ്. റോ എന്നാൽ
പരുക്കനായ അഥവാ പരിഷ്കരിക്കാത്ത എന്നൊക്കെയാണ് അർത്ഥം. ഹൈഡ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് തുകൽ എന്നാണ്. റോ ഹൈഡ് എന്ന് പറഞ്ഞാൽ തുകൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഹാമേഴ്സിനെയാണ്. തുകലിൻ്റെ ഷീറ്റുകൾ ആ ഹാമറിൽ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ ഫിഗർ ഷോ എ റോ ഹൈഡ് മാലറ്റ്. ഹൈഡ് മീൻസ് ലെതർ. These are available in different shapes. The scrolled leather is covered by steel. അതായത് സ്ക്രോൾ ചെയ്ത് വരിച്ചിരിക്കുന്ന ലെതർ ഷീറ്റിനെ സ്റ്റീൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. സ്റ്റീൽ കൊണ്ട് കവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് വെയിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ലെതർ മാത്രമായാൽ നമുക്ക് ഹാമേഴ്സിന് വെയിറ്റ് കിട്ടില്ല. ലെതർ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കി മാലറ്റിന് വെയിറ്റ് കിട്ടാനും അതേപോലെ ഡാമേജ് ആവാതിരിക്കാനും വേണ്ടിയാണ് സ്റ്റീൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. ലെതർ പ്രൊട്ടക്റ്റ് സർഫേസ് ഫ്രം ഡാമേജ്. ലെതർ സർഫേസിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദീസ് ആർ യൂസ്ഡ് ഫോർ ലെതർ ജ്വല്ലറി ഇലക്ട്രിക്കൽ വർക്ക്സ് ആൾസോ. ഈ മാലറ്റ്സ് ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് കൂടാതെ ലെതർ കൊണ്ടുള്ള ജോബുകൾ ചെയ്യുന്നതിനും അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിനും ഇലക്ട്രിക്കൽ വർക്കുകൾക്കും ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രത്യേക ഷേപ്പും അതിൻ്റെ സർഫേസിലുള്ള സ്ക്രോള് കാണിച്ചിരിക്കുന്നതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. റോ ഹൈഡ് മാലറ്റ് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫേസിൽ വളയങ്ങൾ കാണുന്ന മാലറ്റാണെങ്കിൽ അത് റോ ഹൈഡ് മാലറ്റ്സ് ആണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് സ്പെസിഫിക്കേഷൻ ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഓഫ് മാലറ്റ്. മാലറ്റ്സിൻ്റെ സ്പെസിഫിക്കേഷൻസും അതേപോലെ അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസും. മാലറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാലറ്റിൻ്റെ നമ്മൾ ഒരു മാലറ്റ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. സ്പെസിഫിക്കേഷൻസ്. മെറ്റീരിയൽ ഓഫ് മാലറ്റ് നമ്മൾ മനസ്സിലാക്കി. മാലറ്റുകൾ പല മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്നുണ്ട്. ഓർഡിനറി മാലറ്റ് ആണെങ്കിൽ അത് വുഡായിരിക്കും. ഇനി ബോസിംഗ് മാലറ്റ് അതുപോലെ എൻഡ് ഫേക്ക്ഡ് മാലറ്റ് എന്നിവയൊക്കെ ആണെങ്കിൽ അവ റബ്ബർ അതുപോലെ പ്ലാസ്റ്റിക് എന്നിവ കൊണ്ടൊക്കെയുള്ള മാലറ്റുകൾ ഉണ്ടാവും. അതേപോലെ എൻഡ് ഫേക്ക് മാലറ്റ് ആണെങ്കിൽ അത് ലെതർ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. ഇവ കൂടാതെ ലേറ്റസ്റ്റായിട്ട് പല മെറ്റീരിയൽ കൊണ്ടുള്ള മാലറ്റുകൾ വരുന്നുണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഈ 4 മാലറ്റുകളെ കുറിച്ചാണ്. അതിൻ്റെ മെറ്റീരിയലുകൾ എന്നാൽ സാധാരണ ഓർഡിനറി മാലറ്റ് വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. അതുപോലെ എൻഡ് ഫേക്ക് മാലറ്റ് ആണെങ്കിൽ റബ്ബർ, വുഡ്, പ്ലാസ്റ്റിക് എന്നിവയൊക്കെ വരാം. റോ ഹൈഡ് മാലറ്റ് ആണെങ്കിൽ അത് ലെതർ കൊണ്ടുള്ള ഷീറ്റുകളെ സ്റ്റീൽ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. ബോസിംഗ് മാലറ്റ് ആണെങ്കിൽ അതേപോലെ വുഡ് കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും റബ്ബർ കൊണ്ടും നിർമ്മിച്ചവയുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് മാലറ്റ്. നെക്സ്റ്റ് ഷേപ്പ് ഓഫ് ഹെഡ്. ഷേപ്പ് ഓഫ് ഹെഡ് നമ്മൾ മനസ്സിലാക്കി. ഓരോ മാലറ്റിനും ഓരോ ഷേപ്പാണ് ഹെഡിനുള്ളത്. വുഡൻ മാലറ്റ് ആണെങ്കിൽ അത് ഫ്ലാറ്റ് ഫേസാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ബോസിംഗ് മാലറ്റ് ആണെങ്കിൽ അത് 2 ഭാഗവും ഒരു ഭാഗം ചെറിയൊരു റേഡിയസുള്ള കോൺവെക്സ് ഷേപ്പും ഓപ്പോസിറ്റായിട്ട് വലിയൊരു റേഡിയസുള്ള കോൺവെക്സ് ഷേപ്പും ഉണ്ടായിരിക്കും. ഇനി എൻഡ് ഫേക്ക്ഡ് മാലറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഫ്ലാറ്റ് വിത്ത് സ്ലൈറ്റ് കോൺവെക്സ്, അതായത് ഒരു ഭാഗം ഫ്ലാറ്റും അതുപോലെ കറക്റ്റ് ചെറിയൊരു കർവേച്ചറും കൊടുത്തിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് ഷാർപ്പായിട്ട് ബിവരിയും ചെയ്തിരിക്കും. ടിപ്പ് മാത്രം കുറച്ചൊരു ചെറിയൊരു റേഡിയസിൽ കൊടുത്തിരിക്കും. ടിപ്പ് പെട്ടെന്ന് ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി റോ ഹൈഡ് ഹാമർ ആണെങ്കിൽ അത് ലെതറിൻ്റെ ഭാഗം ജോബിൽ
ടച്ച് ചെയ്യുന്ന രീതിയിൽ ലെതറിൻ്റെ സ്ക്രോൾസ് കുറച്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് രീതിയിൽ ഫ്ലാറ്റായിട്ടുള്ള ഷേപ്പായിരിക്കും. നെക്സ്റ്റ് മൂന്നാമത്തെ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഡയമീറ്റർ. നമ്മൾ ഓരോ പർപ്പസിനും ഓരോ ഡയമീറ്ററുള്ള മാലറ്റ്സാണ് യൂസ് ചെയ്യുക. അതൊക്കെയാണ് 50 mm, 75 mm, 100 mm അങ്ങനെ ഡിഫറെൻറ്റ് ഡയമീറ്ററിലുള്ള മാലറ്റ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നതാണ് സേഫ്റ്റി പ്രിക്കോഷൻസ്. നമ്മൾ മാലറ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഡു നോട്ട് യൂസ് മാലറ്റ്സ് ഫോർ ഹെവി വർക്ക്സ് ലൈക്ക് ചിപ്പിംഗ്. മാലറ്റുകൾ ഒരിക്കലും ചിപ്പിംഗ് അതുപോലെയുള്ള ഹെവി വർക്ക്സിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണ്. അവ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡു നോട്ട് യൂസ് മാലറ്റ്സ് ഫോർ നെയിൽ ഡ്രൈവ്. ഒരു ആണി അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും മാലറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. നെയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഒരു പോയിന്റിലാണ്, അതിൻ്റെ ഹെഡിൻ്റെ ആ പോയിന്റിൽ മാത്രമാണ് കോണ്ടാക്റ്റ് വരിക. ഇപ്പം വുഡാകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റബ്ബറൊക്കെ ആകുന്ന സമയത്ത് അത് പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നെയിൽ ഡ്രൈവ് അതുപോലെ സ്ക്രൂ ഡ്രൈവിനൊന്നും ഒരിക്കലും മാലറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഡു നോട്ട് യൂസ് മാലറ്റ്സ് ഓൺ ഷാർപ്പ് എഡ്ജസ്. ഷാർപ്പായിട്ടുള്ള എഡ്ജസിൽ ഒരിക്കലും മാലറ്റ്സ് വെച്ച് സ്ട്രൈക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഷാർപ്പ് എഡ്ജ് എന്തായിരിക്കും വളരെ മൂർച്ചയേറിയ ഭാഗമാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ 3 പ്രിക്കോഷൻസ് കൊടുത്തിരിക്കുന്നത്. ദീസ് വർക്ക്സ് ഷുഡ് ഡാമേജ് മാലറ്റ്സ്. ഈ കൊടുത്തിരിക്കുന്ന 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മാലറ്റ്സ് എളുപ്പത്തിൽ ഡാമേജ് ആയി പോകുന്നതാണ്. ഓക്കെ. ഷീറ്റ് മെറ്റൽ വർക്കുകൾ ഉപയോഗിക്കുന്ന മാലറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ടൈപ്പുകൾ, അതായത് സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടായിരിക്കുന്ന ഹാമേഴ്സാണ് മാലറ്റ്സ്. അതേപോലെ മെറ്റലിൽ നിർമ്മിച്ചിരിക്കുന്ന ഷീറ്റ് മെറ്റലിന് ഉപയോഗിക്കുന്ന ഹാമേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ ആദ്യമായി വരുന്നവയാണ് സെറ്റിംഗ് ഹാമർ. സെറ്റിംഗ് ഹാമർ എന്ന് പറഞ്ഞാൽ ഫേസ് ഭാഗം ഒന്നുകിൽ സ്ക്വയർ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ളതും പീൻ ഭാഗം അല്ലെങ്കിൽ ഹെഡ് സൈഡ് ടാപ്പറായിട്ട് ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജുള്ള ഹാമേഴ്സിനെയാണ് നമ്മൾ സെറ്റിംഗ് ഹാമർ എന്ന് പറയുന്നത്. ദ ഫേസ് ഓഫ് സെറ്റിംഗ് ഹാമർ ഈസ് റൗണ്ട് ഓർ സ്ക്വയർ. ഒരു സെറ്റിംഗ് ഹാമറിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു, അത് ശ്രദ്ധിക്കുക. ദ ഫ്രണ്ട് സൈഡ് ഓഫ് പീൻ ഓർ ഹെഡ് ഈസ് ടാപ്പേഡ് ഫ്രം ഐ ഹോള് ആൻഡ് ബാക്ക് സൈഡ് സ്ട്രെയിറ്റ് ആൻഡ് ബിവരി ടു ടിപ്പ്. ടിപ്പ് എന്ന് പറയുന്നത് ഹെഡിൻ്റെ ഏറ്റവും അഗ്രഭാഗത്തിനെയാണ് ടിപ്പ് എന്ന് പറയുന്നത്. ആ ഭാഗം നല്ല ഷാർപ്പായിട്ട് ചെറിയൊരു കർവേച്ചർ കൊടുത്തിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ദ ടിപ്പ് ഈസ് സ്ലൈറ്റ്ലി കോൺവെക്സ്ഡ്. അത് ചെറിയൊരു കർവേച്ചർ കൊടുക്കാനുള്ള കാരണം പീൻ ഭാഗം ഉപയോഗിച്ച് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഷീറ്റ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ദീസ് ഹാമേഴ്സ് ആർ യൂസ്ഡ് ടു സെറ്റപ്പ് സീംസ്, ലോങ് ചാനൽസ്, ഫ്ലെയറിങ് ദ എഡ്ജസ് ഫ്ലെയറിങ് ചെയ്യുക, അതായത് കറക്റ്റായിട്ട് രൂപപ്പെടുത്തിയെടുക്കാനും. സീംസ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ജോയിൻ്റാണ്. നമ്മൾ സീംസ് ഒരു 2 ഷീറ്റുകൾ മടക്കി വെച്ച് ജോയിൻ ചെയ്യുന്ന ജോയിൻ്റാണ് സീംസ്. ലോങ് ചാനലുകൾ, ഷീറ്റ് കൊണ്ടുള്ള ലോങ് ചാനൽസ് നിർമ്മിക്കാനും വേണ്ടി ഈ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. റിവെറ്റിംഗ് ഹാമേഴ്സ്. ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് റിവെറ്റിംഗ് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാമേഴ്സാണ് റിവെറ്റിംഗ് ഹാമേഴ്സ്. നമ്മൾക്കറിയാം റിവെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് പെർമനൻറ്റ് ജോയിൻറ്റിംഗ് ആണ്. ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് റിവെറ്റിംഗ്. ഒരു റിവെറ്റിംഗ് ഹാമറിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള നമ്മുടെ സെറ്റിംഗ് ഹാമറിനെക്കാട്ടും കൂടുതൽ ലെങ്ത്തുള്ള ബോഡി ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക. അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഷീറ്റുകൾ റിവെറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതൽ ഡെപ്തുള്ള സ്ഥലങ്ങളിൽ റിവെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു ഭാഗം റൗണ്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ സെറ്റിംഗ് ഹാമറിനാണെങ്കിൽ റൗണ്ടോ സ്ക്വയർ ഷേപ്പോ ഉണ്ടായിരിക്കും. എന്നാൽ ഇതിന് റൗണ്ടായിട്ടുള്ള ഷേപ്പാണ് ഉണ്ടാവുക. സ്ലൈറ്റ് ആയിട്ടുള്ളൊരു കോൺവെക്സ് കൊടുത്തിരിക്കും. ഹാമറിൻ്റെ ഫേസുകളൊക്കെ സ്ലൈറ്റായിട്ട് കോൺവെക്സ് കൊടുക്കാനുള്ള കാരണം എഡ്ജ് ഡിഗ്ഗിങ് എഡ്ജ് ഉപയോഗിച്ച് എഡ്ജ് ജോബിൽ ടച്ച് ആകുന്ന സമയത്ത് ഡിഗ്ഗിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഈ റിവെറ്റിംഗ് ഹാമറിനും ഫേസ് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു കോൺവെക്സ് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ പീൻ ഭാഗം
ടാപ്പറായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിംഗ് ഹാമറിൽ അതുപോലെ ഫ്രണ്ട് സൈഡ് ടാപ്പറായിട്ടും ബാക്ക് സൈഡ് ഹാമർ ഹാൻഡിലിന് പെർപെൻഡിക്കുലറായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ടിപ്പ് ഭാഗം അതായത് പീനിൻ്റെ ഏറ്റവും അഗ്രഭാഗം സ്ലേറ്റ് ആയിട്ടുള്ളൊരു കർവേച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഹാമർ ഉപയോഗിക്കുന്നത് റിവറ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ റിവറ്റിൻ്റെ ഹെഡ് ഫോം ചെയ്യാനും വേണ്ടിയാണ്. നമുക്കറിയാം റിവറ്റിൻ്റെ ഒരു ഹെഡ് നമ്മൾ ഷീറ്റുകൾ ജോയിൻ ചെയ്ത് ഷീറ്റുകൾ കറക്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഹെഡ് നമ്മൾ ഹാമർ ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഹാമർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ടാപ്പറായിട്ടുള്ള ഭാഗം റിവറ്റുകളെ ഡ്രൈവ് ചെയ്യാൻ, അതായത് ഹോൾസിലൂടെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഫേസ് ഭാഗം അതായത് സർക്കുലറായിട്ടുള്ള ഭാഗം ഉപയോഗിക്കുന്നത് അതിൻ്റെ ഹെഡ് കറക്റ്റായിട്ട് ഫോം ചെയ്യാനും വേണ്ടിയാണ്. This hammer have a long body. The face is round and slight convex. The pin is long tapered from side and square to handle on back side. Pin tip is blended. Pin tip blended എന്ന് പറയാൻ കാരണം അതാണ് ചെറിയൊരു കർവേച്ചർ കൊടുത്തതാണ് ബ്ലെൻഡഡ് എന്ന് പറയാൻ കാരണം. ഷാർപ്നെസ് ഒഴിവാക്കിയിരിക്കുന്നു, അതാണ് ബ്ലെൻഡഡ് എന്നുള്ള പോയിന്റ്. ദിസ് ഹാമർ പിൻ ഈസ് യൂസ്ഡ് ഫോർ ജമ്പ് ഓർ ഇൻസേർട്ട് ദ റിവറ്റ്. ഹാമറിൻ്റെ പിൻ ഭാഗം റിവറ്റിനെ ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ ഫേസ് ഈസ് യൂസ്ഡ് ഫോർ ഹെഡ് ഫോമിങ്. ഹെഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് ഭാഗം ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്തതായി വരുന്ന ഷീറ്റ് മെറ്റൽ ഹാമറാണ് ക്രീസിംഗ് ഹാമർ. ക്രീസിംഗ് എന്ന് പറഞ്ഞാൽ മടക്കുക, ചുളിക്കുക, ഞൊറികൾ ഇടുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് മടക്കുകൾ, ചുളിവുകൾ, ഞൊറികളൊക്കെ ഇടാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാമറാണ് ക്രീസിംഗ് ഹാമർ. അതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. അതിൻ്റെ ഫ്രണ്ട് സൈഡ് കോൺവെക്സ് ഷേപ്പിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഷീറ്റിൻ്റെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഷീറ്റിൻ്റെ വേറെയുള്ള ഒരു ഭാഗത്തും ഹാമർ ഡാമേജ് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കർവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫിഗർ ഷോസ് എ ക്രീസിംഗ് ഹാമർ. The front of the body is convex shape. The end or tips are sharpened and crossed to handle. എൻഡ് അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ഭാഗവും ഒരേപോലെയാണ് ഷേപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫേസ് പീന് എന്ന് പറയാൻ പറ്റില്ല. രണ്ട് അഗ്രഭാഗങ്ങളും ടിപ്സ് ആ ഷാർപ്പൻഡ് അതിൻ്റെ ക്രോസ് ടു ഹാൻഡിൽ ഷാർപ്പാക്കിയിരിക്കുന്നു. അതേപോലെ ഹാൻഡിലിന് ക്രോസ് ആക്കിയിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ വയേർഡ് എഡ്ജസ്, അതായത് നമ്മുടെ ബക്കറ്റുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമുക്കറിയാം മെറ്റാലിക് ആയിട്ടുള്ള ബക്കറ്റുകളിൻ്റെ വർക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അതിന് വയേർഡ് എഡ്ജാണുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടൊരു വയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിന് ആ വയർ വെച്ചതിന് ശേഷമാണ് ഫോൾഡ് ചെയ്യുന്നത്. ആ വയേർഡ് എഡ്ജസ് അതുപോലെ കോർണേഴ്സൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹാമർ ക്രീസിംഗ് ഹാമർ ഉപയോഗിക്കുന്നത്. ക്രീസിംഗ് ഹാമറിൻ്റെ ഷേപ്പ് കോൺവെക്സ് ഷേപ്പാണ്. അതേപോലെ തന്നെ ഷേപ്പുള്ള വേറൊരു ഹാമർ കൂടെ അടുത്ത് നെക്സ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്രീസിംഗ് എന്ന് പറയുമ്പോൾ സി എന്ന ഇംഗ്ലീഷ് ലെറ്റർ ഓർമ്മിച്ച് കഴിഞ്ഞാൽ ആ ക്രീസിംഗ് എന്നുള്ളതിൻ്റെ കർവിൻ്റെ ഷേപ്പ് നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ചുളിവുകൾ, മടക്കുകൾ, ഞൊറികളൊക്കെ ഇടുന്ന ഹാമർ എന്നാണ് അർത്ഥം. നെക്സ്റ്റ് വരുന്ന ഹാമറാണ് സ്ട്രെച്ചിങ് ഹാമർ. സ്ട്രെച്ചിങ് എന്ന പദം നമ്മൾ അറിയുന്നതാണ്. സ്ട്രെച്ചർ എന്നാൽ വലിച്ചു കൊണ്ടുപോവുക അഥവാ നീളം കൂട്ടുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫിഗർ ഷോസ് എ സ്ട്രെച്ചിങ് ഹാമർ. ദിസ് ഹാമർ ബോഡി ഫ്രണ്ട് ഓൾസോ ഇൻ കോൺവെക്സ് ഷേപ്പ്. നമ്മളെ ക്രീസിംഗ് ഹാമറിൻ്റെ അതേപോലെ തന്നെ ഷേപ്പുള്ള മറ്റൊരു ഹാമറാണ് സ്ട്രെച്ചിങ് ഹാമർ. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ക്രീസിംഗ് ഹാമറിൻ്റെ ടിപ്പുകൾ ഷാർപ്പായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സ്ട്രെച്ചിങ് ഹാമറിൻ്റെത് ബ്ലെൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ലൈറ്റ് കർവേച്ചർ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ടിപ്പ് ഭാഗം ഉള്ളത് എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്നത് ഷീറ്റുകൾ തുടർച്ചയായി സ്ട്രൈക്ക് ചെയ്ത് ലെങ്ത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ക്രോസ് പീൻ ഹാമർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റൽ പ്ലേറ്റുകളൊക്കെ ലൈറ്റായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന്. അതേപോലെയുള്ള പർപ്പസിന് തന്നെയാണ് ഷീറ്റ് മെറ്റൽ പർപ്പസുകൾക്ക് വേണ്ടിയാണ് സ്ട്രെച്ചിങ് ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. ദ പീൻ ഓർ ടിപ്സ് ആർ നോട്ട് ഷാർപ്പൻഡ് ബട്ട് ബ്ലെൻഡഡ്. ദീസ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഷീറ്റ് ലെങ്ത് ബൈ സ്ട്രെച്ചിങ് ആൻഡ് റൈസിങ് ദ സൈസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഹാമറാണ് ഹോളോയിങ് ഹാമർ.
രണ്ട് എൻഡുകളും ഒരേപോലെ ബോൾ രൂപത്തിൽ രൂപപ്പെടുത്തി പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഹാമറാണ് ഹോളോയിങ് ഹാമർ. ഈ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത് ഹോളുകൾ ഷീറ്റുകളിൽ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഡെൻസ് അഥവാ കുഴികൾ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഉള്ളിലുള്ള ഡെൻസ് അഥവാ ചതവുകൾ ഒഴിവാക്കാനും വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത്. ഒരു ഹോളോയിങ് ഹാമറിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. ദിസ് ഹാമർ ഹാവ് ലോങ് ബോഡി വിത്ത് ഹെൻസ് ഓർ പിൻസ് ആർ റൗണ്ട് ഷേപ്ഡ് ആൻഡ് വെൽ പോളിഷ്ഡ്. യൂസസ് ഹോളോയിങ് ഓപ്പറേഷൻ ആൻഡ് റിമൂവിങ് ദ ഡെൻസ്. ഡെൻസ് എന്ന് പറഞ്ഞാൽ ചതവുകൾ എന്നുള്ള അർത്ഥമുണ്ട്, അതേപോലെ തന്നെ കുഴികൾ എന്നുള്ള മീനിങ് ഉണ്ട്. ഡെൻസ് ഫ്രം ഹോളോഡ് ജോബ്സ്. ഓക്കെ, അടുത്തതായി വരുന്ന ഹാമറാണ് ബുള്ളറ്റ് ഹാമർ. ബുള്ളറ്റ് ഹാമർ എന്ന് പറഞ്ഞാൽ ഹോളോയിങ് ഹാമറിൻ്റെ അതേ ഷേപ്പ് ഏകദേശം ഉള്ള ഒരു ഹാമറാണ്. എന്നാൽ സ്ട്രൈറ്റായിട്ട് കർവേച്ചർ ഉണ്ട് ബോഡിയിൽ. അതേപോലെ തന്നെ ഹോളോയിങ് ഹാമറിനേക്കാളും കൂടുതൽ ലെങ്ത് ഉള്ള ഹാമർ ബോഡിയാണ് ബുള്ളറ്റ് ഹാമറിനുള്ളത്. ഹോളോയിങ് ഹാമറിന് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഉള്ള ജോബുകൾ ചെയ്യാൻ വേണ്ടിയാണ്, വർക്കുകൾ ചെയ്യാൻ വേണ്ടിയാണ് ബുള്ളറ്റ് ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫിഗർ ഷോസ് എ ബുള്ളറ്റ് ഹാമർ. ദിസ് ഹാമർ ബോഡി ഈസ് ലോങ്ങർ ദാൻ ഹോളോയിങ് ഹാമർ ആൻഡ് ഹാവ് സ്ലൈറ്റ് കോൺവെക്സ് ഷേപ്പ്. ദ പീൻസ് ആർ വെൽ പോളിഷ്ഡ്. യൂസസ് ദിസ് ഹാമർ യൂസ്ഡ് വേർ വിച്ച് കാൺ ബി ഡൺ ബൈ ഹോളോയിങ് ഹാമർ. ഹോളോയിങ് ഹാമറിന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തുള്ള ഹോളുകൾ പ്രൊവൈഡ് ചെയ്യാനും ഡെൻസ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഹോളിൻ്റെ ഉള്ളിലുള്ള ഡെൻസ് അഥവാ ചതവുകൾ ഒഴിവാക്കാനും വേണ്ടിയാണ് ബുള്ളറ്റ് ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായി വരുന്ന ഷീറ്റ് മെറ്റൽ ഹാമറാണ് പ്ലാനിഷിംഗ് ഹാമർ. പ്ലാനിഷിംഗ് ഹാമർ എന്നത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പദമാണ്. പ്ലാനിഷിംഗ് എന്ന് പറഞ്ഞാൽ മിനുസപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. അതായത് മറ്റുള്ള ജോബുകളൊക്കെ ചെയ്തതിന് ശേഷം ഷീറ്റ് മെറ്റൽ സർഫേസുകളിൽ വരുന്ന ഡെൻസ് അതേപോലെ ചെറിയ മടക്കുകളിൽ നിവർത്തി മിനുസപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാമറാണ് പ്ലാനിഷിംഗ് ഹാമർ. അതിൻ്റെ ഒരു ഭാഗം സ്ക്വയർ ഷേപ്പിലും ഒരു ഭാഗം ഫേസ് സ്ക്വയർ ഷേപ്പിലും അതേപോലെ മറുഭാഗം റൗണ്ട് ഷേപ്പിലുമാണ് ഉണ്ടായിരിക്കുക. രണ്ട് ഭാഗത്തും ചെറിയൊരു കർവേച്ചർ അഥവാ കോൺവെക്സ് ഷേപ്പ് ഷീറ്റിൽ ഡിഗ്ഗിങ് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫിഗർ ഷോസ് എ പ്ലാനിഷിംഗ് ഹാമർ. ഒരു പ്ലാനിഷിംഗ് ഹാമറിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. ദ വൺ ഫേസ് ഓഫ് പ്ലാനിഷിംഗ് ഹാമർ ഈസ് സ്ക്വയർ ആൻഡ് അതർ ഈസ് റൗണ്ടഡ്. ദീസ് ആർ ഹെവി ഇൻ വെയ്റ്റ് ആൻഡ് ഫേസസ് ആർ സ്ലൈറ്റ്ലി കോൺവെക്സ് ഫോർ അവോയ്ഡിങ് ഡിഗ്ഗിങ്. ഇതിൻ്റെ സാധാരണ നമ്മൾ ഷീറ്റ് മെറ്റൽ ഉപയോഗിക്കുന്ന ഹാമറുകളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ഹാമറാണ് പ്ലാനിഷിംഗ് ഹാമർ. കാരണം എല്ലാ വർക്കുകളും ചെയ്തതിന് ശേഷം ഷീറ്റുകളെ സ്ട്രൈക്ക് ചെയ്ത് മിനുസപ്പെടുത്തി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹാമറാണ് പ്ലാനിഷിംഗ് ഹാമർ. These are used for finishing or polishing after other works like hollowing, racing, etc. ഏറ്റവും അവസാനമായി വരുന്ന ഷീറ്റ് മെറ്റൽ ഹാമറാണ് പീനി ഹാമർ. ഒരു പീനി ഹാമറിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം റൗണ്ട് ഫേസും അതേപോലെ സ്ലൈറ്റ് കോൺവെക്സ് ഷേപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ടൈപ്പേഡ് റൗണ്ടറിലേക്ക് സ്ട്രെച്ചിങ് ഹാമർ. ഓപ്പോസിറ്റ് ഭാഗം സ്ട്രെച്ചിങ് ഹാമറിൻ്റേത് പോലെ ചെറിയൊരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഷാർപ്പ് ഭാഗവും കൊടുത്തിരിക്കുന്നു. ഈ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഒരേ അളവിലുള്ള ഡോട്ടുകൾ കാണാൻ പറ്റും. അത് കോപ്പറിൻ്റെ പാത്രങ്ങൾ, ബ്രാസിൻ്റെത് അതുപോലെ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ അതിൽ ഒരു ഡോട്ടഡ് നിങ്ങൾക്ക് ഷൈനിങ് ഉള്ള ഡോട്ടഡ് കാണാൻ പറ്റും. നല്ല ഡെക്കറേറ്റീവ് പർപ്പസ്, അതായത് ഭംഗി കൂട്ടാൻ, നമ്മുടെ പ്രൊഡക്റ്റിന് ഭംഗി കൂട്ടാൻ വേണ്ടി, ഷീറ്റ് മെറ്റൽ പ്രൊഡക്റ്റുകൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഡോട്ടഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീനി ഹാമർ ഉപയോഗിക്കുന്നത്. Figure show a penny hammer. The face of penny hammer is round and slight convex shape. The opposite end is tapered and rounded like a stretching hammer. Uses to producing polished impressions on soft metals surface for decorative purpose. സാധനങ്ങൾക്ക് ഭംഗി, പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഷീറ്റ് മെറ്റലുള്ള പ്രൊഡക്റ്റുകൾക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഡോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹാമറാണ് പീനി ഹാമർ. ഓക്കെ, ഇതോടുകൂടി ഹാമറിൻ്റെ
ടൈപ്പുകൾ കഴിഞ്ഞു. ഇനി ഹാമറിൻ്റെ പ്രിക്കോഷൻസാണ്. അത് നമ്മൾ സാധാരണ ജനറലായിട്ടുള്ള ഹാമേഴ്സിന് കൊടുക്കുന്ന പ്രിക്കോഷൻസ് തന്നെയാണ് നമ്മൾ ഷീറ്റ് മെറ്റലിൻ്റെ മെറ്റാലിക് ഹാമറിന് കൊടുക്കുന്നത്. നമ്മൾ മാലറ്റിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞു. അത് വേറെ സോഫ്റ്റ് മെറ്റൽ കൊണ്ടുള്ളതാണ് ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക സേഫ്റ്റി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മെറ്റാലിക് ഹാമറിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹാമറുകൾ കൊടുക്കുന്ന സേഫ്റ്റി തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു ക്രാക്കായിട്ടുള്ള ഹാൻഡിൽ മെറ്റാലിക് ഹാമറിന് യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ വെഡ്ജ് എപ്പോഴും ടൈറ്റ് ആയിരിക്കണം. അതുപോലെ ഹാമറിൻ്റെ ഫേസുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രൈക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പീനാണെങ്കിലും ഫേസ് ആണെങ്കിലും ആ ഭാഗങ്ങൾ ഓയിൽ അഥവാ ഗ്രീസ് ഫ്രീ ആയിരിക്കണം. വഴുതി പോകാനുള്ള ചാൻസ് ഒഴിവാക്കണം. അതുപോലെ ഹാമറിൻ്റെ ഹാൻഡിൽ ഒരിക്കലും ഓയിൽ, ഗ്രീസ് എന്നിവ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. കയ്യിൽ നിന്ന് ഹാൻഡിൽ സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ്. ഇതോടുകൂടി ഷീറ്റ് മെറ്റൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന മെറ്റാലിക് ഹാമറിൻ്റെ ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഓരോ ഹാമറിൻ്റെയും പ്രത്യേകതകളും അവ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും പ്രത്യേകം ഓർമ്മ വെക്കുക. ഓക്കെ.